മനുഷ്യർക്ക് അവരുടെ വൈകല്യങ്ങളെ മറികടക്കാൻ പ്രത്യേക സിദ്ധിയുള്ളവരാണ്. ഏത് പ്രതിസന്ധിയെയും ചെറുപുഞ്ചിരിയോടെ ആത്മവിശ്വാസത്തോടെ നേരിടുന്നവരാണ് അവർ. മാസ്റ്റർ നയനും നമ്മൾക്ക് കാണിച്ചു തരുന്നത് ആ ആത്മവിശ്വാസമാണ്. തീരാത്ത വേവലാതിയിലും ആശങ്കയിലുമാണ് ശ്യാമും പ്രിയങ്കയും നയനെ വളർത്തിയത്. മറ്റു കുട്ടികളെ പോലെ അവനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമോ എന്നടക്കമുള്ള ആശങ്കകൾ ഈ മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നു. ഓട്ടിസം ബാധിച്ച മകനെ വളർത്തുവാൻ വലിയ പ്രതിസന്ധികൾ ഇരുവരും നേരിട്ടെങ്കിലും ഇന്നവർ സന്തോഷത്തിലാണ്. നയന്റെ പേരിൽ അറിയപ്പെടുന്ന മാതാപിതാക്കളായതിലെ സന്തോഷം. 17 വയസ്സിനിടെ 3 ബുക്കുകളാണ് നയൻ എഴുതിയത്. അമ്മയുടെ വാത്സല്യത്തിൽ വളർന്ന നയന്റെ പുസ്തകങ്ങളിൽ ഏറെയും അമ്മയോടുള്ള സ്നേഹം തന്നെയാണ്. ഓട്ടിസം ഇൻ ഓട്ടിസ്റ്റിക് മൈൻഡ് എന്ന പുസ്തകം മുഖ്യമന്ത്രി VD സതീശനാണ് പ്രകാശനം ചെയ്തത്. നയന്റെ പുസ്തകം പ്രകാശനം ചെയ്തതിൽ വലിയ അഭിമാനമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എനിക്ക് കിട്ടിയ ഈ അവസരത്തിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഞാനിവിടെ ഇന്ന് റിലീസ് ചെയ്ത പുസ്തകം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓട്ടിസ്റ്റിക് എഴുത്തുകാരൻ്റെയാണ്. ഞാനിന്ന് റിലീസ് ചെയ്ത ഈ പുസ്തകം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓട്ടിസ്റ്റിക് തത്വചിന്തകൻ്റെതാണ്. എന്തൊരു അഭിമാനമാണ് ഈ കുട്ടി നമുക്കെല്ലാവർക്കും. രോഗത്തെ അതിജീവിച്ച് നയൻ സ്വന്തമാക്കിയത് വലിയൊരു ലോകമാണ്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കമ്പ്യൂട്ടർ കീബോർഡിന്റെ സഹായത്തോടെയാണ് നയൻ ആശയവിനിമയം നടത്തുന്നത്. അവനൊരു 5.5 വയസ്സായപ്പോൾ തൊട്ടേ പോയിന്റ് ചെയ്യാൻ തുടങ്ങി. അത് വെച്ചിട്ട് നമ്മൾ ലാപ്ടോപ്പ് കൊടുത്തു. അതുവരെ സംസാരവും കൈകൊണ്ട് എഴുത്തും ഇല്ലായിരുന്നു. അപ്പോൾ അതിൽ ലാപ്ടോപ്പ് കൊടുത്തപ്പം അവൻ കുറച്ചും കൂടെ എളുപ്പമായി ആശയവിനിമയം. അങ്ങനെ അവൻ അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ഫസ്റ്റ് പുസ്തകം 7 വയസ്സിൽ പ്രകാശനം ചെയ്തു. സെക്കൻഡ് 8 വയസ്സിൽ. ഇപ്പോൾ ഒരു 9 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊരു ഓട്ടിസം ഫ്രണ്ട്ലി ഹോം ഡിസൈൻ ചെയ്തു. പിന്നെ ടെലിപ്പതി, ഇങ്ങനെയുള്ള വേറെ കുറച്ച് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് ഉൾപ്പെടെ 15ലധികം വിദേശ ഭാഷകൾ വേഗത്തിൽ മനസ്സിലാക്കാനും നയന് കഴിയും. കേരള സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം, വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ബഹുമതി എന്നിവ ഈ ചെറുപ്രായത്തിൽ തന്നെ വാങ്ങിയ നയൻ ഒരു ആത്മവിശ്വാസത്തിന്റെ അടയാളം കൂടിയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.